മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും സാഹസിക യാത്ര. ഇന്ന് രാവിലെയാണ് കാറിലെത്തിയ യുവാക്കൾ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ സാഹസികമായി യാത്ര ചെയ്തത്. തമിഴ്നാട് രജിസ്ട്രേഷനിലെത്തിയ വാഹനത്തിലെ യുവാക്കളാണ് പെരിയ കനാൽ ഭാഗത്ത് സാഹസിക യാത്ര നടത്തിയത്. ആൽവിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തന്നെ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ വീണ്ടും ഈ സാഹസിക യാത്ര അഭ്യാസ പ്രകടനം ഇത് തുടരുകയാണ്. അപ്പോൾ ഇത് കുട്ടികളാണ് എന്നും കൂടി മനസ്സിലാക്കുന്നു. എത്തരത്തിലാണ് ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ? ഈ കുട്ടികളെ പിടികൂടാനായിട്ടുണ്ടോ? എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ ആൽവിൻ? മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു അഭ്യാസ പ്രകടനം, ഒരു സാഹസിക യാത്ര. ഇന്ന് രാവിലെയാണ് കാറിലെത്തിയ യുവാക്കൾ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാഹസികമായ ഇത്തരത്തിൽ യാത്ര നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ആൽവിൻ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആൽവിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു തുടർച്ചയായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ റോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ ആൽവിൻ? വാഹനങ്ങളാണ് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ നടത്തുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയുള്ള ഒരു വാഹനത്തിൽ കുട്ടികൾ വിൻഡോയ്ക്ക് പുറത്തേക്ക് ഇരിക്കുന്ന തരത്തിലുള്ള സാഹസിക യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ നൽകിയിരുന്നു. ഇതിനു പുറമെ ഇന്നിപ്പോൾ രാവിലെ വീണ്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘമാണ് കാറിൽ ഇത്തരത്തിൽ യാത്ര ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരാണ് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്. ഈ വീഡിയോ പകർത്തുന്നത് കണ്ടപ്പോൾ ഇവർ യാത്ര സൈഡിലേക്ക് കാറ് ഒതുക്കുകയും നിർത്തുകയും ചെയ്യുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കഴിഞ്ഞ ദിവസം നടന്നത് രണ്ട് കുട്ടികൾ വിൻഡോയ്ക്ക് ഉള്ളിലൂടെ പുറത്തേക്ക് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പ്രദേശത്ത് അത് മാട്ടുപ്പെട്ടി റോഡിലായിരുന്നു അത്തരം ഒരു യാത്രയെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ഇത് ഗ്യാപ്പ് റോഡിലാണ് പിന്നെയും സംഭവിച്ചിട്ടുള്ളത്. ഗ്യാപ്പ് റോഡിൽ പെരിയകനാൽ ഭാഗത്താണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരി സംഘം ഇത്തരത്തിൽ സാഹസികമായി യാത്ര നടത്തുന്നത്. ഇവർ യാത്ര ഇത്രത്തോളം സാഹസികമായി നടത്തുന്നതിനിടെയാണ് ഇവർ ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒരു കൈയിൽ മൊബൈലും മറ്റു കൈയും കാറിനുള്ളിലും പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നത്. വലിയ അപകടകരമായ രീതിയിലുള്ള യാത്ര, അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള യാത്രകളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ വേണ്ട 5-ാമത്തെയോ 6-ാമത്തെയോ കേസായിട്ടാണ് വേണം നമുക്ക് ഇത് കാണാൻ. ഈ മോട്ടോർ വാഹന വകുപ്പ് ഈ പ്രദേശത്ത് കൃത്യമായി പട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ള വിവരം. അവര് അതിനുവേണ്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മറ്റിടങ്ങളിലേക്കും മറ്റ് റോഡുകളിലേക്കും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ പെട്രോളിംഗ് നടത്തണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വലിയ അപകടങ്ങൾ വിളിച്ചു വരുന്ന തരത്തിലുള്ള ആ യാത്ര അവസാനിപ്പിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഈ കുട്ടികൾ യാത്ര ചെയ്ത കാറ് രജിസ്ട്രേഷൻ കണ്ണൂർ തലശ്ശേരിയിലുള്ള രജിസ്ട്രേഷനാണ്. അത് മോട്ടോർ വാഹന വകുപ്പ് ആ വാഹനത്തിനായുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇതിപ്പോൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന യാത്രാ സംഘം തമിഴ്നാട്ടിൽ നിന്നാണ്. ഇന്നലെ വൈകിട്ട് തന്നെ മറ്റൊരു സംഘം യാത്ര ചെയ്തത് കർണാടകയിൽ നിന്നുള്ള യാത്രാ സംഘമാണ്. ഇങ്ങനെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ തന്നെ ബൈസൺവാലി സ്വദേശിയായ ഒരാളുടെ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു. ഋതു എന്ന ആളുടെ ഒരു ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം നടപടികൾ നടത്തിയിട്ട് പോലും ഇത്തരം യാത്രകളും ഇത്തരം അപകടകരമായ രീതിയിലുള്ള സഞ്ചാരങ്ങളും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ കൂടുതൽ ജാഗ്രത മോട്ടോർ വാഹന വകുപ്പും പോലീസും പുലർത്തേണ്ടതുണ്ട്. ശരി, ഇത്തരത്തിൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് അഭ്യാസ പ്രകടനവുമായി കുട്ടികൾ കാറിലെത്തിയത്. കാറിൽ നിന്ന് വിൻഡോയിലൂടെ തലയും കൈയും പുറത്തേക്കിട്ടാണ് ഇവർ അഭ്യാസ പ്രകടനം നടത്തുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.